ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ കൂട്ടാൻ പോലീസ് തീരുമാനം. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. ഗവർണർക്കെതിരെ SFI പ്രതിഷേധമുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. നാളെ ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തുന്ന ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിലാണ് 3 ദിനം താമസിക്കുക. കലാലയങ്ങളിൽ കാലുകുത്തിക്കില്ലെന്ന SFIയുടെ വെല്ലുവിളി ഏറ്റെടുത്തുള്ള മറുപടി കൂടിയാണിത്. അതിനാൽ നാളെ മുതൽ ഗവർണർക്ക് കടുത്ത സുരക്ഷ നൽകാനാണ് പോലീസിന്റെ തീരുമാനം. സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന രാജ്ഭവൻ കൂടി ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. നിലവിൽ ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതാത് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാർ, റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് എന്നിവരാണ് സുരക്ഷയൊരുക്കുന്നത്. എന്നാൽ ഇനി മുതൽ ഇവർക്കൊപ്പം സമീപ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ, AR ക്യാമ്പിലെ പോലീസുകാർ തുടങ്ങിയവരുണ്ടാകും. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണിത്. സുരക്ഷയൊരുക്കാനായി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കരിങ്കൊടി പ്രതിഷേധത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. 3 തവണ ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിട്ടും വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ടിലുണ്ട്. ഗവർണറുടെ റൂട്ട് മാപ്പ് വരെ ചോർത്തി നൽകിയ പോലീസുകാരനെ കണ്ടെത്തിയെങ്കിലും നടപടിക്ക് ശുപാർശയില്ല. മനഃപൂർവ്വമല്ലാത്ത വീഴ്ചയെന്ന് പറഞ്ഞാണ് റിപ്പോർട്ട്. ഇതുൾപ്പെടെ കണക്കിലെടുത്താണ് അധിക പോലീസ് വിന്യാസത്തിന് തയ്യാറെടുക്കുന്നത്. അതിനിടയിൽ കാലടി സംസ്കൃത സർവകലാശാലയിൽ ഗവർണർക്കെതിരെ SFIയുടെ ബാനർ പ്രത്യക്ഷപ്പെട്ടു. ശാഖയിലെ സംഘിസം സർവകലാശാലയിൽ വേണ്ട ഗവർണറെ എന്നാണ് ബാനറിൽ പറഞ്ഞിരിക്കുന്നത്. സർവകലാശാലയുടെ മുഖ്യ കവാടത്തിലാണ് ബാനർ കെട്ടിയിരിക്കുന്നത്. ഒരു വശത്ത് ഗവർണർക്കെതിരെ കനത്ത സുരക്ഷയൊരുക്കുമ്പോൾ മറുവശത്ത് പ്രതിഷേധത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിറകോട്ടില്ല എന്നാണ് SFIയുടെയും നിലപാട്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഉൾപ്പെടെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് നേതൃത്വം ഉൾപ്പെടെ നൽകുന്ന സൂചന. വീഡിയോ ജേർണലിസ്റ്റ് രതീഷ് കട്ടേലക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.